ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് ചെയ്ത വീഡിയോയും ഹൈറിച്ചിനെ കുറിച്ച് തന്നെയാണ്. നമ്മുടെ ഹൈറിച്ചിന്റെ ഇപ്പോൾ പുതിയ ചർച്ചാ വിഷയം എന്ന് പറയുന്നത് കേസ് നീട്ടിവെച്ചതും പിന്നെ കമ്മ്യൂണിറ്റിയുടെ കാര്യങ്ങളൊക്കെയാണ്. ഹൈറിച്ച് കമ്മ്യൂണിറ്റിയെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കള്ളന്മാരായ പറ്റിച്ചിട്ട് ആൾക്കാരെ പറഞ്ഞു പറ്റിച്ച് അവരെ കടക്കണിയിൽ വീഴ്ത്തുന്ന കമ്മ്യൂണിറ്റിയെ തിരിച്ചു കൊണ്ടുവരണം എന്നാണ്. ശരിയാണ്, അവർ കമ്മ്യൂണിറ്റി തിരിച്ചു വന്നിട്ടുണ്ട്. പല പല കമ്പനികളിലേക്ക് ചിതറിപ്പോയ ഇതുപോലെ പറ്റിക്കാൻ വേണ്ടിയിട്ട് പോയ ആൾക്കാരൊക്കെ തിരിച്ചു വന്ന് അഡ്മിന്മാരായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ അവർ പറയുന്നത്, നമ്മുടെ കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കിയ ആൾക്കാർ പറയുന്നത് നമുക്ക് പൈസ കിട്ടാനുണ്ട് എന്നുള്ളതാണ്. എന്താണല്ലേ, എത്ര ഉളുപ്പില്ലായ്മയാണ് ഇത്. 1.5 കോടിയോളം രൂപ ഉണ്ടാക്കിയ ഒരു സ്ത്രീ ഇന്നലെ ഇവരുടെ ഗ്രൂപ്പുകളിൽ പറയുന്നു, എനിക്കും 50 ലക്ഷം 1/2 കോടി കിട്ടാനുണ്ട് എന്ന്. നമുക്കൊക്കെ മറക്കാൻ പറ്റുമോ? അവരും അവരുടെ മക്കളും കൂടി 1 കോടിയിലധികം രൂപ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ള കണക്കുകൾ അറിയാത്തവരായി ആരുമില്ല എന്നുള്ളതാണ്. അപ്പോൾ നമുക്കൊക്കെ ആ കണക്കൊക്കെ വീണ്ടും എല്ലാവരിലേക്കും എത്തി എന്നുള്ളതാണ്. ഇതുപോലെയുള്ള കള്ള നാണയങ്ങൾ വന്നിട്ട് നമ്മളും സൊസൈറ്റീൻ്റെ ആൾക്കാരാണ്. അപ്പോൾ ഈ സൊസൈറ്റി എന്നൊക്കെ പറയുമ്പോൾ എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആരും തന്നെ പരാതി കൊടുക്കാൻ പാടില്ല, ആരും തന്നെ ഇവർക്കെതിരെ പരാതി കൊടുക്കാൻ പാടില്ല എന്നുള്ളതിന് ഇവരെ മയക്കി കിടത്താൻ വേണ്ടി, ഇവരെ പലതും പറഞ്ഞ് പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സൊസൈറ്റി എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. അല്ലാതെ അതിൻ്റെ പേരിൽ ഇപ്പോൾ 200 രൂപയോ 300 രൂപയോ ഒക്കെയാണ് ഇവരുടെ മെമ്പർഷിപ്പ് ഫീ എന്ന് പറയുന്നത്. എത്ര കോടികളായിരിക്കും ഇവരൊക്കെ ഇതിൽ ആൾക്കാരെ ചേർത്തുകൊണ്ട് ഉണ്ടാക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ കണ്ണൂരുള്ള ആ മാഡം പറയുന്നത് കേട്ടു, 1/2 കോടി എനിക്കും കിട്ടാനുണ്ട് എന്ന്. അപ്പോൾ ഇതുപോലെയുള്ള ആൾക്കാരാണ്, കോടിക്കണക്കിന് രൂപയുടെ ആൾക്കാരാണ് ഈ സൊസൈറ്റിയുമായിട്ട് മുന്നോട്ട് വന്ന് നിങ്ങൾ ഒന്നും പേടിക്കേണ്ട, നമ്മൾ കമ്പനി തിരിച്ചു കൊണ്ടുവരും, നമുക്ക് പിന്നെയും ഇതുപോലെ പറ്റിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാവും എന്ന് പറഞ്ഞ് നടക്കുന്നത്. എന്തായാലും വളരെ സന്തോഷമുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി ഇവർ തന്നെയാണ് കേസ് നീട്ടിവെപ്പിക്കുന്നത്. 2 മാസം നീട്ടിവെപ്പിച്ചതിൻ്റെ കാരണം ഇവർ തന്നെയാണ്. ഇവരാണ് ഡേറ്റ് പറഞ്ഞു കൊടുത്തത്, ഇത്രാം തീയതിയിലേക്ക് മാറ്റിവെക്കുക എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തത് ഇവരാണ്. 2 മാസം. അതുപോലെ തന്നെ ഇനി 4 വർഷം നീട്ടിക്കാൻ നമുക്ക് സാധിക്കുമെന്നാണ് ഇവർ ഭയങ്കര അഭിമാനത്തോടു കൂടി പറയുന്നത്. നമ്മൾ ഈ കേസ് 4 വർഷം നടത്തിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഹൈറിച്ചിൽ പണം നഷ്ടപ്പെട്ടിട്ട് കേസ് പോലും കൊടുക്കാതെ കാത്തിരിക്കുന്നവരോട് ഒന്നേ ചോദിക്കാനുള്ളൂ, നിങ്ങളും റെഡിയാണോ 4 വർഷം കാത്തിരിക്കാൻ? ബൈ.